بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. നമ്മളിവിടെ അൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ അത്യുത്തമ നാമങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്മുല്ലാഹിൽ ആദം, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹനീയമായ നാമം എന്ന വിഷയത്തിലാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ തിരുനാമത്തെക്കുറിച്ചാണ്. അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ തിരുനാമം, അതിൻ്റെ അർത്ഥമെന്താണ്, അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്, അതിനുള്ള പ്രത്യേകതകൾ എന്തെല്ലാമാണ് തുടങ്ങിയുള്ളതാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു എന്നാൽ വഹുവല്ലദീ യുഅല്ലിഹുഹു വയഅബുദുഹു കുല്ലുൽ മഖ്ലൂഖാത്ത്, മുഴുവൻ പടപ്പുകളും ആരാധ്യനായി കാണുന്ന ശക്തിയും വ്യക്തിയും ആരാണോ അവനാണ് അല്ലാഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി തഫ്സീറുകളിൽ കാണാം, അല്ലാഹു ദുൽ ഉലൂഹിയ്യതി വൽ ഉബൂദിയ്യതി അലാ ഖൽഖിഹി അജ്മഈൻ, മുഴുവൻ പടപ്പുകളുടെ മേലും ആരാധ്യത ഉള്ളത്
ആർക്കാണോ അവനാകുന്നു അള്ളാഹു. സൃഷ്ടാവും സൃഷ്ടിപരിപാലകനും നിയന്താവും രക്ഷിതാവും ഉടമസ്ഥനുമായ ഏകനായവനെ കുറിക്കുന്ന സംജ്ഞാനാമമാണ് അള്ളാഹു. സാക്ഷാൽ ദൈവം, യഥാർത്ഥ ആരാധ്യൻ എന്നൊക്കെ അള്ളാഹു എന്നതിന് മലയാളത്തിൽ അർത്ഥകൽപ്പന നൽകിയത് കാണുവാൻ സാധിക്കും. അള്ളാഹു ആരി എന്ന് അള്ളാഹു പറഞ്ഞു. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു അവൻ ലാ ഇലാഹ ഇല്ലാഹു, യഥാർത്ഥ ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ല, അവനാണ് അള്ളാഹു. യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി ആരാണോ ഉള്ളത് അവനാണ് അള്ളാഹു. ഭൂമിക്കുപരിയിൽ പലരും ആരാധിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആ ആരാധ്യന്മാരൊന്നും യഥാർത്ഥ ആരാധ്യന്മാരല്ല, അവരൊക്കെ വ്യാജമായ ആരാധ്യന്മാരാണ്. യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ ആരാണോ അവനാണ് അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബക്കും അല്ലാഹ് അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് അവനാകുന്നു അള്ളാഹു. അതാണ് ഇന്ന റബ്ബക്കും അല്ലാഹ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖുൽ മാലികുൽ മുതസർരിഫ്, സൃഷ്ടാവ്, സൃഷ്ടിയെ ഉടമപ്പെടുത്തിയവൻ, സൃഷ്ടിയിൽ കൈകാര്യകർത്തൃത്വമുള്ളവൻ. അപ്പോൾ സൃഷ്ടിച്ച് ഉടമപ്പെടുത്തി സൃഷ്ടികളിൽ കൈകാര്യകർത്തൃത്വം അരുളുന്നവൻ ആരാണോ അവനാകുന്നു റബ്ബ്. ആ റബ്ബാകുന്നു അള്ളാഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്നതിനെ പരിചയപ്പെടുത്തി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നമല്ലാഹ് ഇലാഹു വാഹിദ് സുബ്ഹാനഹു. സൂറത്തു നിസായിൽ 171 ആയത്തിൽ അള്ളാഹു പറയാണ്, ഇന്നമല്ലാഹ്, തീർച്ചയായും അള്ളാഹു ഇലാഹുൻ വാഹിദ്, ഏകനായ ഇലാഹാകുന്നു. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ്, ആരാധനക്കർഹൻ, ആരാധ്യൻ. അപ്പോൾ ഏകനായ ആരാധ്യൻ അവനാകുന്നു അള്ളാഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തിയിട്ട് നമ്മളെ ഉണർത്തുകയാണ്. സുബ്ഹാനഹു, അതുകൊണ്ട് അള്ളാഹു അവനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, അവനെ നമ്മൾ പരിശുദ്ധപ്പെടുത്തുന്നു, അള്ളാഹു തന്നെയും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തണം. അപ്പോൾ ഈ ആയത്തുകൾ നമ്മളെ അറിയിക്കുന്നത് എന്താണ്? ആയത്തുകൾ നമ്മെ അറിയിക്കുന്നത് അള്ളാഹു ആരാണ് എന്നുള്ളതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ ബദാഇഉൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, വ ഇസ്മുല്ലാഹി തആല ഹുവൽ ജാമിഉ ലിജമീഇൽ അസ്മാഇൽ ഹുസ്ന ലിജമീഇ മആനി അൽ അസ്മാഇൽ ഹുസ്ന വസിഫാത്തിൽ ഉല. വ ഇസ്മുല്ലാഹി തആല, അള്ളാഹുവിൻ്റെ, അള്ളാഹ് എന്ന പേര്, ഹുവൽ ജാമിഉ ലിജമീഇ മആനിൽ അസ്മാഇൽ ഹുസ്ന, ഇതര അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങളുടെ എല്ലാം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നാമമാകുന്നു. വസിഫാത്തിൽ ഉല, ഉന്നതമായ വിശേഷണങ്ങളെയും. അപ്പോൾ അള്ളാഹുവിന് ഉന്നതമായ വിശേഷണങ്ങളാണ്, അള്ളാഹുവിന് ഉത്തമമായ നാമങ്ങളാണ്. ഈ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കുമൊക്കെയുള്ള ആശയങ്ങളെ ഒന്നിപ്പിക്കുന്ന, ഉൾക്കൊള്ളുന്ന നാമമാകുന്നു അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ നാമം എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അള്ളാഹു ആരെന്ന് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ തൂർ പർവ്വതത്തിൻ്റെ വിശുദ്ധ താഴ്വരയിൽ ചെന്ന സന്ദർഭത്തിൽ അള്ളാഹു ആ സന്ദർഭം വിശദീകരിക്കുമ്പോൾ ഇപ്രകാരമാണ് ഉണർത്തുന്നത്, വഹൽ അതാക ഹദീസു മൂസ, മൂസായുടെ വൃത്താന്തം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? എന്താ അദ്ദേഹത്തിൻ്റെ വൃത്താന്തം? ഇദ് റഅ നാറ ഫഖാല ലി അഹ്ലിഹിം കുസു ഇന്നി ആനസ്തു നാറൻ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലൻ നാരി ഹുദ
അദ്ദേഹം മദീനയിൽ നിന്ന് തൻ്റെ കുടുംബവുമായിട്ട് ഈജിപ്തിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങുമ്പോഴാണ് തൂർ പർവ്വതത്തിൻ്റെ ചെരുവിൽ അദ്ദേഹം ആ താഴ്വാരയിലെത്തിയപ്പോൾ തൻ്റെ കുടുംബത്തോട് അദ്ദേഹം ഒരു തീ കാണുന്നത്, ഇദ്റഅനാറൻ, ഒരു തീ കണ്ടു വഴിയിൽ. അപ്പോൾ ഫഖാല ലി അഹ്ലിഹി, കുടുംബത്തോട് പറഞ്ഞു, ഉംകുസു, നിങ്ങളിവിടെ നിൽക്കുകയും, ഇന്നി ആനസ്തു നാറൻ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദ, ഞാൻ ഒരു തീ കണ്ടിരിക്കുന്നു, ഒന്നുകിൽ അവിടെ പോയി ഞാനൊരു തീക്കൊള്ളി കൊണ്ടുവരാം, അല്ലെങ്കിൽ ആ തീയിനടുത്ത് ഞാൻ ഒരു സന്മാർഗം കണ്ടെത്തിയേക്കാം. അങ്ങനെ ഫലമ്മ അതാഹ നൂദിയ യാ മൂസ, ആ തീയിനടുത്തേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിയപ്പോൾ നൂദിയ, വിളിക്കപ്പെട്ടു, യാ മൂസ, മൂസ എന്ന് വിളിക്കപ്പെട്ടു. എന്നിട്ടെന്താ ആ വിളിയാളം? ഇന്നി അന റബ്ബുക്, മൂസ, ഞാൻ താങ്കളുടെ റബ്ബാകുന്നു, രക്ഷിതാവാകുന്നു. ഫഖ്ലഅന അലൈക്, താങ്കൾ താങ്കളുടെ പാദരക്ഷകൾ രണ്ടും ഊരി വെക്കുക. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, നിങ്ങൾ തുവ എന്ന വിശുദ്ധ താഴ്വരയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസയോട് പറയാണ്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, നിങ്ങൾ തുവ എന്ന വിശുദ്ധ താഴ്വരയിലാണുള്ളത്, ചെരുപ്പുകൾ അഴിച്ചു വെക്കുക, പാദരക്ഷകൾ ഊരി വെച്ച് നിൽക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. തുവ എന്ന് പറഞ്ഞാൽ ജബൽ തൂർ, തൂർ പർവ്വതത്തിൻ്റെ വലത് ഭാഗത്തുള്ള താഴ്വാരത്തിനാണത് പറയുക. ആ താഴ്വാരം വിശുദ്ധമാണ്. വഅന അഖ്തർതുക് ഫസ്തമി' ലിമാ യൂഹ, എന്നിട്ട് അല്ലാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്, മൂസ, നിങ്ങളെ നാം പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വഹി നൽകപ്പെടുന്നതിന് കാതു കൊടുക്കുക, നിങ്ങൾക്ക് ബോധനം നൽകപ്പെടുന്നതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു തിരഞ്ഞെടുത്ത് പ്രവാചകനായി വാഴ്ത്തി. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാക്ക് നൽകുന്ന ബോധനം, വഹി, അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് വഹിയായിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വിഷയം? അതാണ് ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത്. ഇന്നനി അന അല്ലാഹു, തീർച്ചയായും ഞാനാകുന്നു അല്ലാഹു. ലാ ഇലാഹ ഇല്ലാ അന, യഥാർത്ഥ ആരാധനക്കർഹനായി ഞാനല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് ഫഅ്ബുദ്നി, മൂസ, നിങ്ങൾ എന്നെ ആരാധിക്കണം. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എൻ്റെ സ്മരണ, ദിക്ർ നിലനിർത്തുവാൻ, അല്ലെങ്കിൽ എൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ നമസ്കാരം യഥാവിധം നിർവഹിക്കുകയും ചെയ്യണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത്. ഇവിടെ നോക്കി നിങ്ങൾ, ഫസ്തമി' ലിമാ യൂഹ, വഹി നൽകപ്പെടുകയാണ്, നിങ്ങൾക്ക് വഹി തരികയാണ്. മൂസാനെ വിളിച്ചിട്ട് അല്ലാഹു പറയാണ്. എന്നിട്ട് എന്താ ആദ്യമായി നൽകുന്ന വഹി? ആദ്യമായി നൽകിയ വഹി ഇന്നനി അന അല്ലാഹ്, ഞാനാകുന്നു അല്ലാഹു. അള്ളാഹ്ക്ക് ധാരാളം പേരുകളുണ്ട്. ആ പേരുകളാണ് നമ്മളുടെ ഇവിടെ ഈ തുടർച്ചയായ ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. അള്ളാഹു ഇവിടെ തന്നെ പരിചയപ്പെടുത്തുവാൻ എടുത്തുദ്ധരിച്ച അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏകനാമം അള്ളാഹു എന്നുള്ളതാണ്. ഇന്നനി അനല്ലാഹ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു എന്ന് മനസ്സിലാക്കിയ അള്ളാഹുവിനെ പരിചയപ്പെട്ടാൽ പിന്നെ അള്ളാഹുവിനുള്ള അവകാശമുണ്ട്. അതെന്താ? ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം. അപ്പോൾ ഇബാദത്ത്, ആരാധന, അത് അള്ളാഹുവിന് മാത്രമാണ്. അപ്പോൾ പടപ്പുകളുടെ ഇബാദത്ത്, ആരാധന അർഹിക്കുന്നവൻ ആര് മാത്രമാണോ അവനാകുന്നു അള്ളാഹു. ആരാധനകളിൽ നമുക്കറിയാം ധാരാളം ആരാധനകളുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാ? അതാണ് നിസ്കാരം. അതുകൊണ്ട് തന്നെ ഫഅ്ബുദ്നി, നിങ്ങൾ എന്നെ ആരാധിക്കണം. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി,
വ അഖിമിസ്സല, നിങ്ങൾ നമസ്കാരം യഥാവിധം നിലനിർത്തണം. ലിദിക്രി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി, ലി ഇഖാമത്തി ദിക്രി, അല്ലെങ്കിൽ എന്നെ സ്മരിച്ചുകൊണ്ട് എന്നെ ഓർത്തുകൊണ്ട് നിങ്ങൾ നമസ്കാരം യഥാവിധം നിലനിർത്തണം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞത്. ഇസ്ലാമിക ലോകത്തെ പല പണ്ഡിതന്മാരും കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇസ്മുല്ലാഹിൽ ആളം, അള്ളാഹുവിൻ്റെ മഹനീയമായ നാമം. ആ നാമം മുൻനിർത്തി അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആക്ക് ജവാബ് നൽകും. അങ്ങനെയുള്ള ഒരു മഹനീയ നാമം അള്ളാഹ്ക്കുണ്ട് എന്ന് പറഞ്ഞു. അത് ഏത് എന്ന് നിർണ്ണയിക്കുന്നതിൽ പണ്ഡിതന്മാരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു. ചില പണ്ഡിതന്മാർ തെളിയിച്ച് ഉറപ്പിച്ച് പറഞ്ഞു ആ നാമം അള്ളാഹു ആകുന്നു. അവർ തെളിവിന് കൂട്ടുപിടിച്ച ഒരു വചനാണിത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അറിയിച്ചപ്പോൾ ഇന്നനി അനല്ലാഹ്, ഞാനാകുന്നു അള്ളാഹു. അപ്പോൾ അള്ളാഹു എന്ന പേരാണ് അള്ളാഹു എന്ത് ചെയ്ത് അവിടെ എടുത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കേൾപ്പിച്ചത്. ഇതാണ് അതിന് ന്യായമായിട്ട് പല പണ്ഡിതന്മാരും പറഞ്ഞത്. അള്ളാഹു എന്ന നാമത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും കൂടി ഈ സംഭവം നമ്മളെ അറിയിക്കുകയാണ്. ഇനി മറ്റൊരു പ്രത്യേകത അള്ളാഹു എന്ന പേരിനുള്ളത് നമ്മെ അറിയിക്കുന്നത് ഒരു തിരുമൊഴിയാണ്, ഹദീസാണ്. പ്രസ്തുത ഹദീസ് ഇമാം തുർമുദി അവിടുത്തെ സുനനിൽ, ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിച്ചതാണ്. പ്രസ്തുത ഹദീസ് സഹീഹാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ സയുഖല്ലിസു റജുലൻ മിൻ ഉമ്മത്തി അലാ റൂസിൽ ഖലായിഖി യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ മുഴുവൻ സൃഷ്ടികൾ, പടപ്പുകൾ, അവരുടെ മേൽ എല്ലാവരും കാണെ സാക്ഷിയാകും വിധം ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കും. ഒരു വ്യക്തിനെ കൊണ്ടുവരും, എല്ലാവരും കാണെ അന്ത്യനാളിൽ. എന്നിട്ട് ഫയൻഷുറു അലൈഹി തിസ്അത വതിസ്ഈന സിജില്ല കുല്ലു സിജില്ലിൻ മിസ്ല മദ്ദിൽ ബസർ. ആ വ്യക്തിക്ക് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 99 സിജില്ല്, ഏടുകൾ നിരത്തി വെക്കും. ഒരു വ്യക്തിയെ അള്ളാഹു അന്ത്യനാളിൽ ജനസമക്ഷം കൊണ്ടുവരിക, എല്ലാവരും കാണും വിധം. എന്നിട്ട് അയാളുടെ മുമ്പിൽ 99 സിജില്ല് അള്ളാഹു നിവർത്തി വെക്കും. ഓരോ സിജില്ലും, രേഖയും, അത് മദ്ദൽ ബസർ എന്നാണ്, ദൃഷ്ടി എത്തുന്ന നീളം അത്രയുന്നാണ്. അപ്പോൾ എത്ര വലുതാ? സുമ്മ യഖൂൽ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ഷൈഅൻ, ഈ 99 ഏടുകൾ അതിൽ നിങ്ങൾക്ക് വല്ലതും നിഷേധിക്കാനുണ്ടോ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനുണ്ടോ എന്നാണ്. അതായത് ഈ 99 ഏടുകൾ എന്തിൻ്റെ ഏടുകളാണെന്നറിയോ? ഇയാളുടെ തിന്മകളാണ്, ഇയാളുടെ പാപങ്ങളാണ്, തെറ്റുകുറ്റങ്ങളും കുറ്റകൃത്യങ്ങളുമാണ്. അതാണ് 99 സിജില്ലുകൾ. അതാണ് അയാളുടെ മുമ്പിൽ നിവർത്തി വെക്കുന്നത്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, ഈ തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്തതാണ്, ഇതിൽ നിന്ന് വല്ലതും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾ ആളാണോ എന്ന് ചോദിക്കും. അള്ളാഹു ചോദിക്കും, ഈ രേഖകൾ നിങ്ങളുടെ കർമ്മരേഖകളാണ്. ഈ കർമ്മരേഖകളെ എഴുതിയത് നമ്മുടെ മാന്യന്മാരായ എഴുത്തുകാരായ മലക്കുകളാണ്. ആ മലക്കുകൾ നിങ്ങളുടെ തെറ്റുകളെ രേഖപ്പെടുത്തിയപ്പോൾ നിങ്ങളോട് അന്യായം കാണിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കും. എന്താ, നിങ്ങൾ ചെയ്യാത്തത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ ചെറിയ തെറ്റ് ചെയ്തപ്പോൾ അത് വലിയ തെറ്റ് എന്ന് എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ കുറച്ച് സമയം തെറ്റ് ചെയ്തത് കുറേ സമയമാക്കിയിട്ട് എഴുതിയിട്ടുണ്ടോ? അതൊക്കെയാണ്. ഇങ്ങനെ എൻ്റെ മാന്യന്മാരായ എഴുത്തുകാരായ മലക്കുകൾ നിങ്ങളുടെ കുറ്റങ്ങൾ എഴുതിയപ്പോൾ വല്ല അന്യായവും ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കും. എന്താ അയാൾ പറയാ? ഫയഖൂലു ലാ യാ റബ്ബ്. ആ വ്യക്തി പറയും, അല്ലാഹുവേ ഇല്ല, ഞാൻ ചെയ്യാത്തൊന്നും ഇതിലില്ല, ഞാൻ ചെയ്തതില്ലാതെ അതിൻ്റെ എണ്ണവും വണ്ണവും അല്ലാതെ ഏറ്റക്കുറച്ചിൽ ഒരു അനീതിയുമില്ല ഈ എഴുതിയതിൽ എന്ന് അയാൾ സമ്മതിക്കും. അപ്പോൾ ഫയഖൂൽ, അല്ലാഹു ചോദിക്കും, അഫലക ഉദ്റുൻ,
നിനക്ക് വല്ല ഒഴിവ് കഴിവും ഈ തെറ്റുകൾ ചെയ്തതിൽ പറയാനുണ്ടോ? ഇതൊക്കെ നിങ്ങളുടെ തെറ്റാണല്ലോ. 99 ഏടുകൾ, ഓരോ ഏടും ദൃഷ്ടിയെത്തുന്ന ദൂരം അത്രയാണ്. ഇതൊക്കെ ചെയ്തതിൽ നിങ്ങൾക്ക് വല്ല ഒഴിവ് കഴിവും പറയാനുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ ഖാല ലാ യാ റബ്ബ്, ആ മനുഷ്യൻ പറയാണ് അല്ലാഹുവേ ഇല്ല. അപ്പം അല്ലാഹു പറയും ബല, എന്നാൽ ഒരു സംഗതി ഉണ്ട്. അതെന്താ? ഇന്നലക ഇൻദനാ ഹസനതൻ വ ഇന്നഹു ലാ ദുൽമ അലൈകൽ യൗം. അല്ലാഹു ആ മനുഷ്യനോട് പറയും, നിങ്ങൾക്കൊരു പുണ്യമുണ്ട്. ഈ തിന്മകളൊക്കെ ഉള്ളതോടൊപ്പം നിങ്ങൾക്കൊരു ഹസനത്ത്, നന്മയുണ്ട്. ആ നന്മയുള്ളതോടൊപ്പം ഇന്നേ ദിവസം യാതൊരു അന്യായവും നിങ്ങൾക്ക് നേരെയില്ല എന്ന് അല്ലാഹു അയാളോട് പറയും. ഫതുഖ്റജു ബിതാഖതൻ ഫീഹാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഒരു ബിതാഖ പുറത്തെടുക്കും. ബിതാഖ എന്ന് പറഞ്ഞാൽ അതൊരു തോൽ കഷ്ണാണ്. അതിലുണ്ടാകും അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നെഴുതി. സാക്ഷ്യവചനം അയാൾ പറഞ്ഞത് അതിലുണ്ടായിരിക്കും. എന്താ സാക്ഷ്യവചനം? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അത് അയാൾ പറഞ്ഞത് അതിലുണ്ടായിരിക്കും. എന്നിട്ട് ഫയഖൂൽ, അല്ലാഹു പറയും, ഉഹ്ദുർ വസ്നക്, നിങ്ങളെ തൂക്കാൻ പോവുകയാണ്, അതുകൊണ്ട് തൂക്കാൻ ഹാജരാകാൻ പറയും. അന്ത്യനാളിൽ അല്ലാഹു മീസാൻ സ്ഥാപിക്കും. മീസാൻ സ്ഥാപിച്ചാൽ ആ മീസാനിൽ നന്മ തിന്മകളെ തൂക്കും. നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഏടുകൾ തൂക്കും. ചിലരുടെ വിചാരണയിൽ ആളെ തന്നെയും അല്ലാഹു തൂക്കും മീസാനിൽ. അപ്പോൾ തൂക്കുന്നതിൽ ഹാജരാകാൻ വേണ്ടിയിട്ട് അയാളോട് പറയും. അപ്പോൾ ഈ വ്യക്തി ചോദിക്കും, യാ റബ്ബ് മാ ഹാദിഹിൽ ബിതാഖത്തു മാ ഹാദിഹി സിജില്ലാത്ത്. അല്ലാഹുവേ, ഈ ഒരു ബിതാഖയാണ് നന്മയായിട്ടുള്ളത്, തിന്മകളായിട്ട് ഈ ഏടുകളെല്ലാമാണുള്ളത്. 99 ഏടുകൾ, അതും കണ്ണെത്താ ദൂരം. അപ്പോൾ ഈ ഒരു നന്മയുടെ ബിതാഖയും കഷ്ണവും ഈ ഏടുകളുമൊക്കെ എവിടെ കിടക്കണ് എന്ന് അല്ലാഹുവോട് അയാൾ ചോദിക്കുമ്പോൾ ഫയഖൂലു, അല്ലാഹു പറയും, ഇന്നക ലാ തുദ്ലം, നിശ്ചയം താങ്കൾ ഇന്ന് അന്യായത്തിന് വിധേയമാവില്ല, ആക്രമിക്കപ്പെടില്ല. അങ്ങനെ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫതൂദഉ സിജില്ലാതു ഫീ കിഫ, മീസാനിൻ്റെ തുലാസിൻ്റെ ഒരു തട്ടിൽ സിജില്ലാത്ത് വെക്കും, തിന്മയുടെ സിജില്ലാത്ത് രേഖകൾ വെക്കും. വൽ ബിതാഖത്തു ഫീ കിഫ, തുലാസിൻ്റെ മറ്റേ കിഫയിൽ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ ഉണ്ടല്ലോ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് അയാൾ പറഞ്ഞ ബിതാഖുണ്ടല്ലോ, അതും വെക്കും തുലാസിൻ്റെ മറ്റേ തട്ടിൽ. എന്താ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫതാശതി സിജില്ലാത്തു വസഖുലത്തിൽ ബിതാഖ. ഫതാശതി സിജില്ലാത്ത്, തിന്മകളുടെ രേഖകൾ അത് കനം കുറയും. വസഖുലത്തിൽ ബിതാഖ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് രേഖപ്പെടുത്തിയ ബിതാഖ അത് ഭാരം തൂങ്ങുകയും കനം തൂങ്ങുകയും ചെയ്യും. അല്ലാഹു അക്ബർ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വചനം, അതാണ് നമ്മുടെ വിഷയം. എന്താ തിരുനബി പറഞ്ഞത്? ഫലാ യസ്ഖുലു മഅ ഇസ്മില്ലാഹി ഷൈഉൻ, ഫലാ യസ്ഖുലു മഅ ഇസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇസ്ം, നാമം, അള്ളാഹ് എന്ന നാമം, അതോടൊപ്പം യാതൊന്നും ഭാരം തൂങ്ങുകയില്ല. ഏറ്റവും ഭാരവും ഏറ്റവും വെയിറ്റും ആർക്കായിരിക്കും? അള്ളാഹ് എന്ന നാമത്തിനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ഉണർത്തേണ്ടായി. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹ് എന്ന പേരിന് എത്ര വെയിറ്റ് ഉണ്ട്, അതിന് എത്ര ഭാരമുണ്ട്. നാളെ നന്മയുടെ തുലാസുകൾ കനം തൂങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു
എന്ന കലിമത്ത് സാക്ഷാത്കരിച്ചവന് അവൻ്റെ സാക്ഷ്യവചനത്തിലുള്ള അള്ളാഹ് എന്ന നാമം അതിനേക്കാൾ ഭാരം തൂങ്ങുന്ന യാതൊന്നും അന്ത്യനാളിൽ അവനുണ്ടാകില്ല എന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അള്ളാഹ് എന്ന നാമം, അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രത്യേകത ഇതാണ് ഇവിടെ നമ്മുടെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുന്ദരമായ ചില വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ അള്ളാഹ് എന്ന പേരിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളുമാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് ആ വചനങ്ങൾ വായിച്ച് ഞാൻ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കാം. എന്താ ഇബ്നുൽ ഖയ്യിം പറയുന്നത്? ഫമാ ദുകിറ ഹാദൽ ഇസ്മു ഫീ ഖലീലിൻ ഇല്ലാ കസറ. ഫമാ ദുകിറ ഹാദൽ ഇസ്ം, ഈ പേര് പറയപ്പെട്ടിട്ടില്ല. ഈ പേരെന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന പേരിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം പറയപ്പെട്ടിട്ടില്ല. ഫീ ഖലീലിൻ, കുറച്ചുള്ള ഒരു വിഷയത്തിൽ, ഇല്ലാ കസറഹു, ആ കുറച്ചുള്ളത് അതിനെ ഈ നാമം കൂടുതലാക്കും. വലാ ഇൻദ ഖൗഫിൻ ഇല്ലാ അസാലഹു, ഭീതിയുടെ അവസരത്തിൽ അള്ളാഹ് എന്ന നാമം പറഞ്ഞാൽ അതോടുകൂടി ആ ഭീതിയെ ആ നാമം നീക്കിക്കളയും. വലാ ഇൻദ കർബിൻ ഇല്ലാ കശഫഹു, ഞെരുക്കത്തിൻ്റെ സമയത്തിൽ അള്ളാഹ് എന്നുള്ള നാമം പറയുമ്പോൾ ആ ഞെരുക്കം പോയി കിട്ടും. വലാ ഇൻദ ഹമ്മിൻ വഗമ്മിൻ ഇല്ലാ ഫറജ, ഒരു മനോദുഃഖത്തിൻ്റെയും മനോവിഷമത്തിൻ്റെയും സന്ദർഭത്തിൽ അള്ളാഹ് എന്ന് പറയുമ്പോൾ ആ മനോദുഃഖവും മനോവിഷമവും വഴിമാറും. വലാ ഇൻദ ദീഖിൻ ഇല്ലാ വസ്അഹ്, ഒരു ഞെരുക്കത്തിൻ്റെ അവസരത്തിലാണ് അള്ളാഹ് എന്ന് പറയപ്പെടുന്നത് എങ്കിൽ ഞെരുക്കം മാറി മനുഷ്യന് ആശ്വാസവും വിശാലതയുമായി. വലാ തഅല്ലഖ ബിഹി ദഈഫുൻ ഇല്ലാ അഫാദഹു അൽ ഖുവ്വ, ഒരു ദുർബലൻ അള്ളാഹ് എന്ന നാമം മുറുകെ പിടിച്ചാൽ ആ ദുർബലന് ആ നാമം ശക്തി പകരും. വലാ ദലീലുൻ ഇല്ലാ അനാലഹുൽ ഇസ്, ഒരു അപമാനിതൻ അള്ളാഹ് എന്ന നാമം മുറുകെ പിടിച്ചാൽ ആ അപമാനിതൻ ഈ നാമം പ്രതാപം നേടിക്കൊടുക്കും. വലാ ഫഖീറുൻ ഇല്ലാ അസാറഹു ഗനിയൻ, ഒരു ദരിദ്രനാണ് അള്ളാഹ് എന്ന നാമത്തെ മുറുകെ പിടിക്കുന്നതെങ്കിൽ, നാമവുമായി ബന്ധപ്പെടുന്നതെങ്കിൽ ആ നാമം അവനെ സമ്പന്നനാക്കും. വലാ മുസ്തൗഹിഷുൻ ഇല്ലാ ആനസ, ഏകാന്തതയിൽ കുടുങ്ങിയ ഒരു മനുഷ്യനാണ് അള്ളാഹു എന്നുള്ള നാമവുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ ആ നാമം അവന് ഇണക്കമുണ്ടാക്കി കൊടുക്കും. വലാ മഗ്ലൂബുൻ ഇല്ലാ അയ്യദഹു വനസറഹു, ഒരു പരാജിതൻ, മറ്റുള്ളവരാൽ തോൽപ്പിക്കപ്പെട്ടവൻ അള്ളാഹ് എന്ന നാമത്തെ പൂണ്ടുപിടിച്ചാൽ ആ നാമം ആ മനുഷ്യനെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. വലാ മുൽത്തറുൻ ഇല്ലാ കശഫ ദുർറു, ഒരു നിർബന്ധിതൻ അള്ളാഹ് എന്ന നാമവുമായി ബന്ധപ്പെട്ടാൽ അതവൻ്റെ ദുരിതം നീക്കുകയും പോക്കുകയും ചെയ്യും. വലാ ഷരീദുൻ ഇല്ലാ ആവാ, ഒരു വഴിതെറ്റിയവൻ അള്ളാഹ് എന്നുള്ള നാമം അതുമായി ബന്ധപ്പെടുമ്പോൾ ആ നാമം അവന് അഭയം നൽകുകയും ചെയ്യും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഫഹുവൽ ഇസ്മുല്ലദീ തുക്ഷഫു ബിഹിൽ ഖുർബാത്ത്, അള്ളാഹ് എന്നുള്ള നാമം അതുകൊണ്ടാകുന്നു ഞെരുക്കങ്ങൾ നീക്കപ്പെടുന്നത്. വതുസ്തൻസലു ബിഹിൽ ബറകാത്ത്, അനുഗ്രഹങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. അതേപോലെ വദ്ദഅവാത്ത്, അനുഗ്രഹങ്ങളും. വതുഖാലു ബിഹിൽ അസറാത്തു വതുസ്തദ്ഫഉ ബിഹി സയ്യിആത്ത്, തിന്മകൾ പോക്കുന്നതും വീഴ്ചകൾ നീക്കുന്നതും അള്ളാഹ് എന്നുള്ള നാമത്താലാകുന്നു. വതുസ്തജ്ലബു ബിഹി അൽ ഹസനാത്ത്, നന്മകൾ കൊണ്ടുവരുന്നത് അള്ളാഹ് എന്നുള്ള നാമം കൊണ്ടാകുന്നു. വഹുവൽ ഇസ്മുല്ലദീ ബിഹി ഖാമത്തിസ് സമാവാത്ത് വൽ അർദ്, അള്ളാഹ് എന്നുള്ള നാമം അതിനാലാകുന്നു വാനങ്ങളും ഭൂമിയും നിലവിൽ വന്നത്. വബിഹി ഉൻസിലത്തിൽ കുതുബ്, അതുകൊണ്ടാകുന്നു വേദങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. വബിഹി ഉർസിലത്തിർ റുസുൽ, ആ നാമം കൊണ്ടാകുന്നു അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ നിയോഗിക്കപ്പെട്ടത്. വബിഹി ശുരിഅത്തി ശറാഇ, ആ നാമം കൊണ്ടാകുന്നു മതനിയമങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടത്. വബിഹി ഖാമത്തിൽ ഹുദൂദു, അള്ളാഹുവിൻ്റെ ശിക്ഷാവിധികൾ ആ നാമത്താലാകുന്നു നിലവിൽ വന്നത്. വബിഹി ശുരിയൽ ജിഹാദ്, ആ നാമത്തിൻ്റെ പേരിലാകുന്നു ജിഹാദ് നിയമമാക്കപ്പെട്ടത്. വബിഹി ഇൻഖസമത്തിൽ ഖലീഖത്തു ഇല സ്വാദാ
വൽ അഷ്ഖിയ, ഈ നാമത്തിൻ്റെ പേരിലാകുന്നു പടപ്പുകൾ സൗഭാഗ്യവാന്മാർ ദൗർഭാഗ്യവാന്മാർ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടത് എന്ന് തുടങ്ങി ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു എന്ന ഇസ്മുൽ ജലാല, ലഫ്ദുൽ ജലാലയുടെ വർണ്ണനകൾ ധാരാളമായി എണ്ണിയത് കാണുവാൻ സാധിക്കും. അല്ലാഹു എന്നുള്ള നാമം അതിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ ദുആ ഇരക്കുന്നത് അല്ലാ എന്നുള്ള നാമം വിളിച്ചാണ്. എങ്ങനെയാണത്? അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ദുആ ചെയ്യുക കൂടുതലായിട്ടും. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാ എന്നാണ് അതിൻ്റെ അർത്ഥം. യാ അല്ലാ എന്ന് വിളിക്കുന്നതിന് പകരമായിട്ടാണ് അല്ലാഹുമ്മ എന്നുള്ളത് വിളി. അപ്പോൾ ഏറ്റവും കൂടുതൽ ദുആ ഏത് നാമം വിളിച്ച? അല്ലാഹു എന്നുള്ള അല്ലാഹുവിൻ്റെ നാമം വിളിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട അല്ലാഹുവിൻ്റെ പേര് അല്ലാഹു എന്നുള്ളതാണ്. 2062 തവണ അല്ലാഹു എന്ന് മാത്രം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. 33 ആയത്തുകൾ അല്ലാഹു എന്നുള്ള തുടക്കത്തിലാണ്, അല്ലാഹ് എന്നുള്ള പേരിൻ്റെ തുടക്കത്തിലാണ് വിശുദ്ധ ഖുർആനിലെ 33 ആയത്തുകളുള്ളത്. ഷഹാദത്ത് കലിമയാണ് മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിൻ്റെ താക്കോൽ. ഷഹാദത്തുൽ കലിമ ഉൾക്കൊണ്ട ഏക അള്ളാഹുവിൻ്റെ പേര് അല്ലാഹു എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗം തുറക്കാൻ നിശ്ചയിക്കപ്പെട്ട താക്കോലാണെന്ത്? കലിമത്ത് തൗഹീദ്, ഷഹാദത്ത്. ആ ഷഹാദത്ത് ഉൾക്കൊണ്ട ഏക അള്ളാഹുവിൻ്റെ പേര് അല്ലാഹു എന്നുള്ള പേരാകുന്നു. അള്ളാഹുവിൻ്റെ ഇതര പേരുകൾ അവയൊക്കെ ഈ പേരിലേക്കാണ് ചേർക്കുക. അപ്പോൾ നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വലില്ലാ, അള്ളാഹുവിനുള്ളതാകുന്നു അൽ അസ്മാഉൽ ഹുസ്ന, ഉത്തമമായ നാമങ്ങൾ. അപ്പോൾ ഉത്തമമായ നാമങ്ങൾ ആർക്കുള്ളതാ? അള്ളാഹുവിനുള്ളതാന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന് വേറെയും പേരില്ലേ? ഇപ്പോൾ അൽ അസീസ് എന്നുള്ളത് അള്ളാഹിൻ്റെ പേരാണ്. അൽ അസീസായ അള്ളാഹുവിനാകുന്നു ഉത്തമമായ നാമങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? അള്ളാഹുവിനുള്ളതാകുന്നു ഉത്തമമായ നാമങ്ങൾ. അപ്പോൾ ഉത്തമമായ അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ ആരിലേക്കാണ് ചേർക്കുന്നത്? അള്ളാഹു എന്ന പേരിലേക്കാണ് ചേർക്കുന്നത്. ഇത് അള്ളാഹു എന്നുള്ള പേരിൻ്റെ മഹത്വവും പ്രത്യേകതയാണ്. ഈ ഉലകത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരാളും നിഷേധിക്കാത്ത അള്ളാഹുവിൻ്റെ പേരാണ് അള്ളാഹ് എന്നുള്ളത്. അർ-റഹ്മാൻ എന്ന പേര് വരെ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നിഷേധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർ-റഹ്മാൻ എന്ന് പറയുമ്പോൾ, അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികനാണ്. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ കാരുണ്യം ചൊരിയുന്നവനാണ് അള്ളാഹു റഹ്മാൻ. എന്നിട്ടും മക്കക്കാർ ചോദിച്ചു, ഖാലു വമർ റഹ്മാൻ, ആരാണ് ഈ റഹ്മാൻ? ഞങ്ങൾക്കറിയില്ല. പക്ഷെ അള്ളാഹനെ അവർ നിഷേധിച്ചിട്ടില്ല. അവരോട് ചോദിക്കുകയാണ്, മക്കക്കാരോട്, ബഹുദൈവ വിശ്വാസികളോട് ചോദിക്കുകയാണ്, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, വാനങ്ങളെ പടച്ചതാരാണ്, ഭൂമിയെ പടച്ചതാരാണ്? ലയഖൂലുൻ, അവർ പറയുക തന്നെ ചെയ്യും അല്ലാഹ് അല്ലാഹ് എന്ന്. അതിനെ നിഷേധിച്ചില്ല. വല ഇൻ സഅൽതഹും മൻ ഖലഖഹും, ആരാണ് അവരെ പടച്ചതെന്ന് ചോദിച്ചാൽ ലയഖൂലുൻ അല്ലാഹ്, അവർ പറയും അല്ലാഹ് എന്ന്. അപ്പം ആരും അല്ലാഹ് എന്നുള്ള പേരിനെ നിഷേധിച്ചില്ല. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ എങ്ങനെ സംഭവിക്കുക? അല്ലാഹ് എന്നുള്ള പേര് ഈ ഭൂമിക്കുപരിയിൽ നിന്ന് ഉയർത്തപ്പെടും. ഒരു മനുഷ്യനിവിടെ അല്ലാഹ് എന്ന് പറയുന്നവരായിട്ടുണ്ടാവില്ല. എന്നാണോ അല്ലാഹു എന്ന പേര് ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നത്, അന്ന് ഖിയാമത്ത് നാളിൻ്റെ സംഭവ്യതയായിരിക്കും എന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ പ്രവാചകൻ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. തിരുനബി പറയാണ്, ലാ തഖൂമു സ്സാഅ ഹത്താ ലാ യുഖാലു ഫിൽ അർദ് മൻ യഖൂലു അല്ലാഹ് അല്ലാഹ്. ഭൂമിയിൽ അല്ലാഹ് അല്ലാഹ് എന്ന് പറയപ്പെടാത്ത ഒരു നാൾ വരുമ്പോൾ, നാൾ വരും, അല്ലാഹ് അല്ലാഹ് എന്ന് പറയാത്തൊരു സമയം വരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കൂല എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹ് അല്ലാഹ് എന്ന് ഭൂമിക്ക് ഉപരിയിൽ പറയപ്പെടാത്ത ഒരു നാൾ വന്നാൽ അപ്പോഴാണ് എന്ത് സംഭവിക്കുക? അന്ത്യനാൾ സംഭവിക്കുക. ഇതൊക്കെ
അള്ളാഹ് എന്നുള്ള നാമത്തിൻ്റെ പ്രത്യേകതയും സവിശേഷതയുമായിട്ട് പണ്ഡിതന്മാർ ഉണർത്തുകയും പറയുകയും ചെയ്തതാണ്. ഇതേപോലെ ശറയിൽ കുറേ ദിക്റുകളുണ്ട്. മിക്ക ദിക്റുകളിലും വന്നതായ അള്ളാഹുവിൻ്റെ പേരാണ് അള്ളാഹ് എന്നുള്ളത്. മൊത്തത്തിൽ ദിക്റുകൾ എടുത്ത് നോക്കി നിങ്ങൾ. ഇപ്പോൾ തക്ബീർ, എങ്ങനെ തക്ബീർ? അള്ളാഹു അക്ബർ. തസ്ബീഹ് സുബ്ഹാൻ അല്ലാഹ്, അല്ലെങ്കിൽ സുബ്ഹാൻ അല്ലാഹിൽ അദീം, സുബ്ഹാൻ അല്ലാഹി വബിഹംദി, സുബ്ഹാൻ അല്ലാഹിൽ അദീം വബിഹംദി. ഇതിലൊക്കെ അല്ലാഹ് ഉണ്ട്. ഇതേപോലെ തഹ്മീദ് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇതേപോലെ ഹൗഖല അല്ലെങ്കിൽ ഹഖ്വല. എന്താ ഹൗഖല ഹഖ്വല എന്ന് പറഞ്ഞാൽ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതേപോലെ ഹസ്ബല. എന്താ ഹസ്ബല? ഹസ്ബി അല്ലാഹ് അല്ലെങ്കിൽ ഹസ്ബുനല്ലാഹ്. ഇതേപോലെ തഹ്ലീൽ. എന്താ തഹ്ലീൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ട? അപ്പോൾ തഹ്ലീൽ, തക്ബീർ, തസ്ബീഹ്, തഹ്മീദ്, ഹൗഖല, ഹസ്ബല തുടങ്ങിയുള്ള ദിക്റുകളെല്ലാം എടുത്തു നോക്കിയാൽ മിക്ക ദിക്റുകളിലും പറയപ്പെട്ട അള്ളാഹുവിൻ്റെ പേരാകുന്നു അള്ളാഹു. ഇത് അള്ളാഹ് എന്നുള്ള മഹത്തായ നാമത്തിൻ്റെ മഹനീയ സംജ്ഞയുടെ സവിശേഷതയും പ്രത്യേകതയുമാണ് അറിയിക്കുന്നത്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉണർത്തിയ ഉത്ബോധിപ്പിച്ച ചില തിരുമൊഴികൾ ഈ വിഷയത്തിൻ്റെ പേരിൽ നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. എന്താ തിരുനബി പറഞ്ഞത്? ഒന്ന് ഒരു ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്മാ ബിന്ത് ഉമൈസിനോട് പറയാണ്, അല ഉഅല്ലിമുകി കലിമാത്തിൻ തഖൂലീനഹുൻ ഇൻദൽ കർബ്. അസ്മാ ബിന്ത് ഉമൈസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അസ്മാ, നിങ്ങൾക്ക് ഞാൻ ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാം. ആ കലിമത്തുകൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, പറയേണ്ടത് ഇൻദൽ കർബി, പ്രയാസമുണ്ടാകുമ്പോഴാണ്, ഞെരുക്കമുണ്ടാകുമ്പോഴാണ്, വിപൽഘട്ടങ്ങളിലാണ്. എന്നിട്ട് എന്താ അസ്മാ ബിന്ത് ഉമൈസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? അല്ലാഹ് അല്ലാഹ് ലാ ഉശ്രികു ബിഹി ഷൈആ എന്നാണ്. അതാണ് പഠിപ്പിക്കാൻ പറഞ്ഞത്. 2 തവണ, ചില റിപ്പോർട്ടുകളിൽ 2 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അല്ലാഹു അല്ലാഹ് റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. ഇത് ഞെരുക്കമുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ പറയാൻ, ചൊല്ലുവാൻ അസ്മാ ബിന്ത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ അസ്മാ ഇത് പ്രാവർത്തികാക്കി. എന്താ ദുആ? വളരെ എളുപ്പമാണ്. കാലങ്ങളിരുന്ന് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാഹു അല്ലാഹ്, അല്ലാഹ് എന്നുള്ള പേര് 2 തവണ. അല്ലാഹു അല്ലാഹ് റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. ഇത് പഠിപ്പിക്കപ്പെട്ട അസ്മാ ബിന്ത് ഉമൈസ് നോക്കി നിങ്ങൾ. അസ്മാ ബിന്ത് ഉമൈസിൻ്റെ ഭർത്താവായിരുന്നു ജാഫർ ബിൻ അബി താലിബ്. ജാഫർ റളിയല്ലാഹു തആല അൻഹു മുഅ്തയിൽ ഷഹീദായി. ജാഫറിൻ്റെ നിര്യാണത്തിനപ്പുറം അസ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തത്, അവരെ വിവാഹം കഴിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു 2 വർഷവും റസൂലുള്ളാഹിൻ്റെ വിയോഗാനന്തരം 2 വർഷവും ഏതാനും മാസങ്ങളും ജീവിച്ചു. അബൂബക്കർ റളിയല്ലാഹു മരണപ്പെട്ടപ്പോൾ അസ്മാ ബിന്ത് ഉമൈസിനെ കല്യാണം കഴിച്ചത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, അലിയാണ്. നോക്കൂ നിങ്ങൾ, മഹത്തുക്കളുടെ, മാന്യന്മാരുടെ സംരക്ഷണത്തിൽ, തണലിൽ അസ്മാ ബിന്ത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ തൻ്റെ ഈ ഭൗതിക ജീവിതം കഴിച്ചുകൂട്ടിയ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഹദീസിൻ്റെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇദാ റഅഹു ശൈഉൻ, തിരുനബിയെ വല്ല സംഗതിയും ഭീതിയിലാക്കിയാൽ, പേടിപ്പെടുത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും എന്തെങ്കിലും ഒരു വിഷയം വ്യാകുലപ്പെടുത്തിയാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ള പ്രാർത്ഥനാ വചനമാണ് അല്ലാഹു അല്ലാഹ് റബ്ബി
ലാ ഉശ്രികു ബിഹി ഷൈഅ. എന്താ ഇതിൻ്റെ അർത്ഥം? അള്ളാഹു റബ്ബി, അള്ളാഹു ആകുന്നു എൻ്റെ റബ്ബ്. ലാ ഉശ്രികു ബിഹി ഷൈഅ, ആ അള്ളാഹുവിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കൂല. ഉണ്ടോ? അള്ളാഹുവിനെ റബ്ബായി സമ്മതിച്ചിട്ട് അവനുള്ള അവകാശം ഏറ്റു പറയാണ്, അത് ഉറപ്പിച്ച് പറയാണ്. അതെന്താ? അള്ളാഹുവിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കൂല. അള്ളാഹുവിന് തുല്യമായിട്ട് അള്ളാഹു മാത്രമാണ് ഉള്ളത്. പിന്നെ ആരെ അള്ളാഹുവിനോട് പങ്കു ചേർക്കാനാണ്, തുല്യപ്പെടുത്താനാണ്? ഒരു നബിയില്ല, ഒരു വലിയുമില്ല, ഒരു ഷെയ്ഖുമില്ല, ഒരു ഹോജയില്ല, ഒരാളുമില്ല അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ. അതുകൊണ്ട് തന്നെ ലാ ഉശ്രികു ബിഹി ഷൈഅ, അള്ളാഹുവിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കൂല എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള നിവേദനത്തിൽ ആയിഷമ്മ പറയുകയാണ്, തിരുനബി കാന യജ്മഉ അഹ്ല ബൈതിഹി ഫയഖൂൽ ഇദാ അസാബ അഹദകും ഗമ്മുൻ ഔ കർബുൻ ഫലിയഖുൽ അല്ലാഹു അല്ലാഹ് റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ. വീട്ടുകാരെ വിളിച്ചു കൂട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് വീട്ടുകാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം എന്താ? നിങ്ങൾക്ക് വല്ല ഞെരുക്കമോ പ്രയാസമോ ബാധിച്ചാൽ നിങ്ങളിങ്ങനെ ചെല്ലണം എന്നാണ്. വീട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട്, ഭാര്യമാരെ വിളിച്ചു കൂട്ടി, മക്കളെ വിളിച്ചു കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് വല്ല ഞെരുക്കമോ നിങ്ങൾക്ക് വല്ല ക്ലേശമോ ബാധിച്ചാൽ നിങ്ങളിങ്ങനെ പറയണം. എന്താ പറയേണ്ടത്? അല്ലാഹു അല്ലാഹ് റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ. ഈ പ്രാർത്ഥന പഠിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കുടുംബക്കാർ, തൻ്റെ ഇണയെ, തൻ്റെ ഇണകളെ, മക്കളെ. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ വിളിയുടെ ഈ തേട്ടത്തിൻ്റെ മഹത്വം അതിൽ 2 തവണ ആവർത്തിക്കുന്നത് അള്ളാഹ് എന്നുള്ള ലഫ്ദുൽ ജലാലയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ സുന്ദരമായ നാമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ അത് നമ്മൾ പഠിച്ച് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ്. നമ്മളുടെ കുടുംബത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ചരിതമാണ് നമ്മൾ ഓതുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തെ വിളിച്ചു കൂട്ടിയിട്ട് ആ കുടുംബത്തോട് നൽകുന്നതായ വസിയ്യത്തും അതേപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്നതായ രീതിയുമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കണം. അതോടൊപ്പം നമ്മളുടെ കുടുംബത്തെ ഉണർത്തുകയും ചെയ്യേണ്ടതായ ഒരു വചനമാണ് അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ എന്നുള്ളത്. ഏതാനും തിരുമൊഴികൾ അല്ലാഹ് എന്നുള്ള പേരിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിൽ ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഖുദ്സിയായ ഹദീസാണ്. പ്രസ്തുത ഖുദ്സിയായ ഹദീസാകുമ്പോൾ അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതാണ്. എന്താ പറയുന്നത്? ഖാല അല്ലാഹു അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, കസ്സബനി ഇബ്നു ആദം വലം യകുൻ യൻബഗി ലഹു അൻ യുകദ്ദിബനി. മനുഷ്യൻ എന്നെ കളവാക്കുന്നു, ഒരിക്കലും എന്നെ കളവാക്കൽ മനുഷ്യന് ഭൂഷണമല്ല, സംഗതമല്ല. വശതമനി ഇബ്നു ആദം, മനുഷ്യൻ എന്നെ ആക്ഷേപിക്കുന്നു. വലം യകുൻ യൻബഗി ലഹു അൻ യശ്തുമനി, എന്നെ ആക്ഷേപിക്കുക എന്നുള്ളത് മനുഷ്യന് ഒരിക്കലും ഭൂഷണമല്ല, പാടുള്ളതല്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, അമ്മ തക്ദീബുഹു ഇയായ, മനുഷ്യൻ എന്നെ കളവാക്കുന്നത് എങ്ങനെയാണ്? ഫഖൗലുഹു, മനുഷ്യൻ പറയാണ്, ഇന്നി ലാ ഉഈദുഹു കമാ ബദഅതുഹു, മനുഷ്യൻ പറയാണ്, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ അവനെ പുനഃസൃഷ്ടി നടത്തൂല എന്നാണ് മനുഷ്യൻ പറയുന്നത്. അത് അള്ളാഹിനെ കളവാക്കലാണ്. അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അതേപോലെ അള്ളാഹ്ക്ക് മനുഷ്യനെ പുനഃസൃഷ്ടി നടത്താൻ സാധിക്കൂല എന്ന് പറയാണ്. അത് അള്ളാഹിനെ കളവാക്കല. കാരണം എന്താ? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പുനഃസൃഷ്ടി നടത്തും, അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും, മനുഷ്യനൊരു പുനർജന്മമുണ്ട്. അത് നിഷേധിക്കൽ അള്ളാഹിനെ കളവാക്കലാണ്. എന്നിട്ട് അള്ളാഹു പറയണം, വലൈസ ആഖിറുൽ ഖൽഖി ബിഅഅ്സ അലയ്യ മിൻ അവ്വലിഹി, ഇല്ലായ്മയിൽ നിന്ന് പടച്ച അള്ളാഹ്ക്ക് ഉണ്ടായതിനെ പുനഃസൃഷ്ടി നടത്തുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള സംഗതിയല്ല, അത് ക്ഷിപ്രസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയാണ്, ഞാൻ പുനഃസൃഷ്ടി നടത്തും. വ അമ്മാ ശത്മുഹു ഇയായ, എന്നാൽ മനുഷ്യൻ എന്നെ ആക്ഷേപിക്കുന്നത് എങ്ങനെയാണ്? ഫഖൗലുഹു, മനുഷ്യൻ പറയുന്നു, ഇത്തഖദല്ലാഹു വലദ,
അള്ളാഹു ഒരു സന്തതിയെ സ്വീകരിച്ചിരിക്കുന്നു. അള്ളാഹു ഒരു സന്തതിയെ സ്വീകരിച്ചിരിക്കുന്നു. അത് മനുഷ്യൻ അള്ളാഹിനെ ആക്ഷേപിക്കലായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആക്ഷേപത്തിന് മനുഷ്യനോട് പറയുന്ന മറുപടി, അതാണ് നമ്മുടെ വിഷയം. എന്താ അള്ളാഹു പറഞ്ഞത്? വ അന അല്ലാഹ്, ഞാനാകുന്നു അള്ളാഹു. അൽ അഹദു സമദ്, ഞാൻ ഏകനാകുന്നു, ഞാൻ നിരാശ്രയനാകുന്നു, പരാശ്രയമുക്തനാകുന്നു. ഞാൻ എല്ലാവരുടെയും ആശ്രിതനാണ്. ഞാൻ എല്ലാവരും ആശ്രയിക്കേണ്ടവൻ, എല്ലാവർക്കും ആശ്രിതനായവൻ, എന്നാൽ ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം പരാശ്രയമുക്തനായവനാകുന്നു സമതായ ഞാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് പറയാണ്. ലം അലിദ് വലം ഊലദ് വലം യകുല്ലി കുഫുവൻ അഹദ്, ഞാൻ ഒരാളെയും ജനിപ്പിച്ചിട്ടില്ല, ജന്മം നൽകിയിട്ടില്ല. ഞാൻ മറ്റൊരാളാൽ ജനിപ്പിക്കപ്പെട്ടവനുമല്ല. ഈസ, ഉസൈർ എന്നിവരൊന്നും എൻ്റെ മക്കളല്ല. ഞാൻ മറ്റൊരാളാൽ ജനിപ്പിക്കപ്പെട്ടവനുമല്ല. വലം യകുല്ലി കുഫുവൻ അഹദ്, എനിക്ക് തത്തുല്യമായിട്ട് ആരുമേ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ അള്ളാഹുവിനെ കുറിച്ച് പറയാണ്, അനല്ലാഹ്, ഞാനാകുന്നു അള്ളാഹു. അൽ അഹദു സമദ്, ഏകനും നിരാശ്രയമുക്തനവും ആയവൻ എന്നിവിടെ അള്ളാഹു പറയുകയാണ്. ഇതേപോലെ അള്ളാഹു എന്ന തൻ്റെ പേര് തനിക്ക് പറഞ്ഞുകൊണ്ട് അള്ളാഹു അഭിമാനം കൊള്ളുന്ന ഒരു തിരുമൊഴിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നത്. അതിൽ ഇബ്നു മസ്ഊദ് പറയാണ്, ജാഅ ഹബ്റുൻ മിനൽ യഹൂദി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ജൂത വേദപണ്ഡിതൻ തിരുനബിയുടെ അടുക്കലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് ആ ജൂത പണ്ഡിതൻ പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദ്, ഇന്നല്ലാഹ യുംസികു സമാവാതി യൗമൽ ഖിയാമ അലാ ഉസ്ബുഇൻ, അല്ലാഹു ആകാശങ്ങളെ അന്ത്യനാളിൽ ഒരു വിരലിൽ പിടിക്കും. വൽ അറദീൻ അലാ ഉസ്ബു, ഭൂമിയെ ഒരു വിരലിൽ പിടിക്കും. വൽ ജിബാല വശജറ അലാ ഉസ്ബുഇൻ, വൃക്ഷങ്ങളെയും മലകളെയും ഒരു വിരലിലും. വൽ മാഅ വസ്സറ അലാ ഉസ്ബുഇൻ, വെള്ളവും മണ്ണും ഒരു വിരലിലും. വസായിരിൽ ഖൽഖി അലാ ഉസ്ബുഇൻ, ഇതര പടപ്പുകളെ മറ്റൊരു വിരലിലുമായിട്ട് അള്ളാഹു പിടിക്കും. സുമ്മ യഹുസ്സുഹുൻ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ വിരലിൽ പിടിച്ച ഈ സൃഷ്ടിചരാചരങ്ങളെ അള്ളാഹു പിടിച്ചു കുലുക്കും. ഫയഖൂൽ, എന്നിട്ട് അള്ളാഹു പറയും, അനൽ മലിക് അനല്ലാഹ്, അനൽ മലിക്, ഞാനാകുന്നു രാജാവ്. അനല്ലാഹ്, ഞാനാകുന്നു അള്ളാഹു. ഫദഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅജ്ജുബൻ മിമ്മാ ഖാലൽ ഹബ്ർ തസ്ദീഖൻ ലഹ്, ഈ വേദപണ്ഡിതൻ പറഞ്ഞതിൽ ആശ്ചര്യചിത്തനായി അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയുണ്ടായി എന്നാണ് ഹദീസിലുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അനൽ മലിക്, ഞാനാകുന്നു രാജാവ്, അനല്ലാഹ്, ഞാനാകുന്നു അല്ലാഹു എന്ന് പറഞ്ഞായിരിക്കും തൻ്റെ സൃഷ്ടിചരാചരങ്ങളെ വിരലുകളിൽ പിടിച്ച് അള്ളാഹു അത് പിടിച്ചു കുലുക്കി പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കണം, ഉണർത്തുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വഹുവ അലൽ മിമ്പർ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലാണ്. മിമ്പറിലായിരിക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? യഖുദുല്ലാഹു സമാവാതിഹി വ അറദിഹി ബിയദിഹി, അള്ളാഹു തൻ്റെ വാനങ്ങളെയും ഭൂമിയെയും അള്ളാഹു തൻ്റെ കയ്യിൽ പിടിക്കും. സുമ്മ യഖൂൽ, എന്നിട്ട് അള്ളാഹു പറയും, അനല്ലാഹ്, ഞാനാകുന്നു അള്ളാഹു. വയഖ്ബിദു അസാബിഅഹു വയബ്സുതുഹ, ഇബ്നു ഉമർ പറയാണ്, റസൂലുള്ളാഹി ഇത് പറയുമ്പോൾ തിരുനബി തൻ്റെ വിരലുകൾ അങ്ങനെ കൂട്ടുകയും നിവർത്തുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അള്ളാഹു പിന്നെയും പറയും, അനർ റഹ്മാൻ അനൽ മലിക്. ഇബ്നു ഉമർ പറയാണ്, എന്നിട്ട് ഹത്താ നബർതു ഇലൽ മിമ്പർ യതഹറകു മിൻ അസ്ഫലി മിൻഹു ഹത്താ ഇന്നി ലഅഖൂൽ അസാഖിതുൻ ഹുവ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ അഭിനയിച്ച് പറയുമ്പോൾ ഞാൻ മിമ്പറിലേക്ക് നോക്കുകയാണ്. മിമ്പർ അടി മുതൽ മുകൾ വരെ റസൂലുള്ളാഹിയും കൊണ്ട് വിറക്കുകയാണ്. തിരുനബിയെയും കൊണ്ട് മിമ്പർ വീണു പോകുമോ എന്ന് ഞാൻ പേടിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ
വാനങ്ങളെ അന്ത്യനാളിൽ അള്ളാഹു തൻ്റെ കൈപ്പിടിയിൽ, ഭൂമികളെ അള്ളാഹു തൻ്റെ കൈപ്പിടിയിൽ കൊണ്ടുവന്നതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പിടിച്ചുകൊണ്ട് പറയും, അനല്ലാഹ്, ഞാനാകുന്നു അള്ളാഹു എന്ന്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കഴിവ് പറയുന്ന, തൻ്റെ ശക്തി തെളിയിക്കുന്ന, തനിക്ക് മാത്രമാകുന്നു ആധിപത്യം എന്നുള്ളത് അറിയിക്കുന്ന വേദിയിൽ അള്ളാഹു പറയുന്നത് അനല്ലാഹ്, ഞാനാകുന്നു അള്ളാഹു എന്നാണ്. ഇതേപോലെ ഈ ഹദീസ് ഇമാം അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ച സുനനുകളിൽ വന്നിട്ടുള്ള ഹദീസാണ്. മറ്റൊരു തിരുമൊഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നിവേദനം. അദ്ദേഹം പറയാണ്, സമീഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താ അള്ളാഹു പറയുന്നത്? എന്താ റസൂലുള്ള പറഞ്ഞത്? ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു തബാറക വ തആല പറഞ്ഞു. അപ്പോൾ ഇതും ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു പറയാണ്, അത് റസൂലുള്ള ഉദ്ധരിക്കണം. എന്താ അള്ളാഹു പറയുന്നത്? അനല്ലാഹ് വ അനർ റഹ്മാൻ, ഞാനാകുന്നു അള്ളാഹു, ഞാനാകുന്നു അർ റഹ്മാൻ. ഖലഖ്തുർ റഹിമ, ഞാൻ രക്തബന്ധം പടച്ചിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. വശഖഖ്തു ലഹാ മിൻ ഇസ്മി, എൻ്റെ പേരിൽ നിന്ന് ഞാൻ രക്തബന്ധത്തിന് പേര് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കുലിദുള്ള അവിദുർ റഹ്മാൻ, അള്ളാഹ് എന്ന് വിളിച്ചാലും അർ റഹ്മാൻ എന്ന് വിളിച്ചാലും അള്ളാഹ്ക്കാണ് ഉത്തമനാമം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അർ റഹ്മാൻ എന്നുള്ളത് അള്ളാഹിൻ്റെ പേരാണ്. ഈ റഹ്മാൻ എന്ന പേരിൽ നിന്നാണ് അള്ളാഹു റഹീം എന്നതിനെ സ്വീകരിച്ചത്. റഹീം എന്ന് പറഞ്ഞാൽ എന്താ? റഹീം എന്ന് പറഞ്ഞാൽ രക്തബന്ധമാണ്, ചോരബന്ധമാണ്, കുടുംബബന്ധമാണ്. അപ്പം അള്ളാഹു പറയാണ്, എൻ്റെ പേരിൽ നിന്നാകുന്നു ഞാൻ റഹീം, രക്തബന്ധം എന്നർത്ഥം വരുന്ന റഹീം എന്ന പേര് തിരഞ്ഞെടുത്തത്, സ്വീകരിച്ചത്. ഫമൻ വസലഹ വസൽതുഹു വമൻ ഖതഅഹ ഖതഅതുഹു. എന്താ? ആരാണോ രക്തബന്ധം ചേർത്തുന്നത് അവനോട് ഞാൻ ബന്ധം ചേർത്തും, ആരാണോ രക്തബന്ധം മുറിക്കുന്നത് അവനോട് ഞാൻ ബന്ധം മുറിക്കും എന്നാണ് ഈ ഹദീസുള്ളത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണിത്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു യാഥാർത്ഥ്യം പറയാണ്. അതെന്താ? കുടുംബബന്ധം ചേർത്തണം എന്ന് പറയാണ്. വാപ്പാരോട് ഉമ്മാരോട് തെറ്റിക്കാൻ പാടില്ല, സഹോദരങ്ങളോട് തെറ്റിപ്പണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല, മക്കളോട് തെറ്റിപ്പണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല, സഹോദരിമാരോട് തെറ്റിപ്പണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ കുടുംബബന്ധത്തിൽ, രക്തബന്ധത്തിൽ ബന്ധം വിളക്കപ്പെട്ട, പടച്ചവൻ ബന്ധം വിളക്കിയ ചോരകളോട് നമ്മൾ പിണങ്ങി തെറ്റി കഴിയാൻ പാടുള്ളതല്ല എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. അങ്ങനെ പിണങ്ങി നിന്നാൽ, തെറ്റി നിന്നാൽ, അത് ബന്ധം അടുക്കുന്നതിനനുസരിച്ച് ബന്ധം മുറിച്ചാൽ അതിൻ്റെ കുറ്റവും ഉണ്ടായിരിക്കും. മാതാപിതാക്കളോട് ബന്ധം മുറിച്ചാൽ മുസീബത്താണ്, മക്കളോട് ബന്ധം മുറിച്ചാൽ മുസീബത്താണ്, സഹോദര സഹോദരിമാരോട് ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ വലിയ മുസീബത്താണ്. കാരണം എന്താ? അതൊക്കെ ചോര, അടുത്ത ചോരയാണ്. അപ്പം അള്ളാഹു പറയാണ്, റഹീമിന് എൻ്റെ പേരിൽ നിന്നാണ് ഞാൻ പേര് സ്വീകരിച്ചത്. റഹ്മാൻ, റഹീം എന്നതിൽ നിന്നാണ് റഹീം എന്ന പേരെടുത്തത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, രക്തബന്ധം ചേർത്താൽ ഞാൻ ആ ചേർത്ത മനുഷ്യനോട് ബന്ധം ചേർത്തു, രക്തബന്ധം മുറിച്ചവനോടോ ഞാൻ ബന്ധം മുറിക്കും. അള്ളാഹു ബന്ധം മുറിച്ചാൽ പിന്നെ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താ? നൂല് പൊട്ടിയ പട്ടം പോലെ ഗതിയില്ല പ്രേതായിരിക്കും. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അള്ളാഹു അതെങ്ങനെ പറയണത്? അനല്ലാഹ് അനർ റഹ്മാൻ, ഞാനാകുന്നു അള്ളാഹു, ഞാനാകുന്നു അർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യം നമ്മളെ തെര്യപ്പെടുത്തുന്നത്. പറഞ്ഞു വരുന്നത്, ഈ തിരുമൊഴികളൊക്കെ അറിയിക്കുന്നത് എന്താണ്? അള്ളാഹ് എന്ന പേരിൻ്റെ മഹത്വമാണ്, അതിൻ്റെ പ്രാധാന്യവും അതിനുള്ള സ്ഥാനവുമാണ്. കാരണം അള്ളാഹു അത് വിളിച്ച് പറയാണ്. എന്നിട്ടാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഉണർത്തുകയും അറിയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിവിടെ അസ്മാഉൽ ഹുസ്ന എന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾക്കും അതിൻ്റേതായ തേട്ടങ്ങൾ, അതിൻ്റേതായ ആശയങ്ങൾ, സവിശേഷതകൾ, പ്രത്യേകതകൾ ഉണ്ട്. അതിൽ
അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും മഹനീയമായ അള്ളാഹുവിൻ്റെ നാമം അള്ളാഹ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഇനിയും അതിൻ്റെ കുറേ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ തഫ്സീറുകൾ വായിക്കുമ്പോൾ, അതേപോലെ തന്നെ തിരുമൊഴികൾ ഈ വിഷയത്തിൽ വന്നത് വായിക്കുമ്പോൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ളതായ ഭാഗങ്ങളാണ്. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം ഇതേപോലെ നമുക്ക് പഠിക്കുവാനുള്ള വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ യഥാവിധം ഉൾക്കൊള്ളുവാനും അറിയുവാനും അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. ആ പേരുകൾ എന്താണോ തേടുന്നത് ആ തേട്ടം നമ്മൾ അറിയുക തന്നെ വേണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ നമ്മൾ കേട്ടില്ല, അള്ളാഹു പറയാണ് ഇന്നനി അനല്ലാഹ്, ഞാനാകുന്നു അള്ളാഹു. അത് പറഞ്ഞിട്ട് നിർത്തിയോ? അല്ല. പിന്നെയോ ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധ്യനായി മറ്റൊരാളുമില്ല. അതുകൊണ്ട് അള്ളാഹു ആരാധനാണ് പറഞ്ഞിട്ട് മതിയാക്കിയോ? ഇല്ല. പിന്നെയോ ഫഅ്ബുദിനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം. മൂസ നീ എന്നെ ആരാധിക്കണം. അപ്പം അള്ളാഹ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ആ അള്ളാഹു ആകുന്ന നമ്മുടെ യഥാർത്ഥ ആരാധനയ്ക്ക് അർഹനായ യഥാർത്ഥ ആരാധ്യൻ, സാക്ഷാൽ ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. നമ്മളുടെ ആരാധനകൾ എല്ലാം അത് നമ്മുടെ നേർച്ചയാകട്ടെ, നമ്മുടെ സത്യം ചെയ്യലാകട്ടെ, നമ്മുടെ സഹായത്തേട്ടമാകട്ടെ, നമ്മളുടെ രക്ഷാത്തേട്ടമാകട്ടെ, നമ്മുടെ സുജൂദാകട്ടെ, നമ്മുടെ റുക്കൂആകട്ടെ, എന്താവട്ടെ, ആരാധനകളെല്ലാം അത് അള്ളാഹുവിന് മാത്രമാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്, നൽകേണ്ടത് എന്നുള്ളതാണ്. അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു പേര്, അള്ളാഹുവിൻ്റെ മഹനീയ നാമം ഇവിടെ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യാം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. ഈ ഒരു പുണ്യത്തിൻ്റെ മജ്ലിസിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ അഫുവും ആഫിയത്തും നമുക്കെല്ലാവർക്കും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദുനിയാവിലെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം, നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ വഹ്ഫദ് അല്ലാഹുമ്മ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നൻ റഖാഅൻ സഖാഅൻ വസായിറ ദിയാരിൽ മുസ്ലിമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.